എക്സിക്യൂട്ടീവിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ തുറന്നടിച്ചു നടി അൻസിബ ഹസൻ. ടിനി തനിക്കെതിരെ അവിഹിത കഥകൾ പടച്ചുവിടുകയാണെന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം ലൈംഗിക ചുവയോടെ സംസാരിക്കും. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തരം ശ്രമം നടത്തി. താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായി ടിനി പറഞ്ഞു പരത്തിയെന്നും അൻസിബ പറഞ്ഞു. ഞാന് രാജിവെക്കാൻ കാരണം ടിനി ടോമാട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാവുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി വൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണ് അത്ര. ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്ര. എന്നിട്ട് രണ്ട് വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്. ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കുമോ എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വർക്കുകൾ കുറവാണ്. ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന് ഭയന്നാണെന്നും അൻസിബ ഹസൻ പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേർന്നത്. സഹിൻ, വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് അൻസിബ ഹസൻ പറയുന്നത്. അതും താൻ രാജിവെക്കാൻ കാരണം ടിനി ടോം ആണെന്ന് പറയുന്നു. ടിനി ടോം തന്നെ പറ്റി പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നുകൂടി അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ അൻസിബയുടെ വാക്കുകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഇനി തുടർ നടപടികളൊക്കെ ഏത് രീതിയിലാകും? തീർച്ചയായിട്ടും സ്വാതി, അതായത് അമ്മ എന്ന താരസംഘടനയിൽ നിന്നും അൻസിബ കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ് രാജിവെച്ചത്. അതിനുശേഷം അൻസിബ ഇതുവരെയും മാധ്യമങ്ങളോടൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അന്ന് രാജിവെക്കുമ്പോൾ അൻസിബ പറഞ്ഞത് തനിക്ക് ജോലി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അൻസിബ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ന്യൂസ് മലയാളത്തോട്. അൻസിബ പറയുന്നത് ടിനി ടോമാണ് താൻ താരസംഘടനയിൽ നിന്നും രാജിവെക്കുന്നതിന് കാരണക്കാരനെന്ന് അൻസിബ പറയുന്നു. തൻ്റെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വന്നത് ടിനി ടോം കാരണമാണ്. താൻ ആരോട് സംസാരിച്ചാലും ടിനി ടോം അവരെ ചേർത്ത് തന്നെക്കുറിച്ച് മോശം അപവാദ പ്രചരണം നടത്തുമായിരുന്നു. ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുമായിരുന്നു. തനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, തന്നെ മതതീവ്രവാദിയാക്കാൻ ടിനി ടോം ശ്രമം നടത്തി എന്നുള്ളതാണ് അൻസിബ ഹസൻ പറയുന്നത്. തന്നെ മതതീവ്രവാദിയാക്കാനുള്ള ഒരു ശ്രമം ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. താൻ രണ്ടുപേരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ടിനി ടോം പറഞ്ഞു പരത്തി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക വേദനയുണ്ടാക്കി. മാത്രമല്ല തൻ്റെ ജീനിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. ഒരു ദിവസം കമ്മിറ്റിയിലെത്താൻ വൈകിയപ്പോൾ അവളുടെ ജീനിൻ്റെ സ്വഭാവം കാണിച്ചു എന്ന രീതിയിലും ടിനി ടോം സംസാരിച്ചു എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ടിനി ടോമിനെതിരെ അൻസിബ ഉയർത്തുന്നത്. മാത്രമല്ല ഇതിന് പല ആളുകളും തെളിവുണ്ടായിരുന്നു, പല ആളുകൾക്കും അറിയാമായിരുന്നു തന്നെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ അൻസിബ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ചില നടിമാരുടെ പേരെല്ലാം അൻസിബ പറയുന്നുണ്ട്. പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അവരെല്ലാം തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തനിക്ക് തുറന്നു പറയാനുള്ള ഒരു ഭയമുണ്ടായ കാര്യം തനിക്ക് ജോലി ഉണ്ടാകില്ല. വളരെ ചുരുങ്ങിയ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നത്. ആ ചിത്രങ്ങൾ കൂടി ഉണ്ടാകില്ല എന്നൊരു ഭയം കൊണ്ടാണ് ഇവരോട് ഇക്കാര്യങ്ങൾ ഇതുവരെയും തുറന്നു പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ തനിക്ക് ആ ഭയം മാറിയിരിക്കുന്നു. എന്തായാലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നീനാക്കുറുപ്പ് അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യങ്ങൾ പലതും അറിയാമായിരുന്നു എന്ന് അൻസിബ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ടിനി ടോം താൻ വിജയിച്ചു കയറിയത് എല്ലാ അംഗങ്ങളുടെയും ആശീർവാദത്തോടെയായിരുന്നു. തനിക്കൊരു എതിരാളി പോലുമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ അംഗങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട തന്നെ ആ അംഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ടിനി ടോം സമ്മതിച്ചില്ല എന്നുള്ളതാണ് അൻസിബയുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അൻസിബയുടെ ആരോപണം. എന്തായാലും അംഗങ്ങളോടൊക്കെ ഇക്കാര്യം എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് മലയാളത്തോട് ഇക്കാര്യം പറയുന്നത് എന്നാണ് അൻസിബ പറഞ്ഞു വയ്ക്കുന്നത്. തനിക്ക് എല്ലാവരോടും പോയി ഇക്കാര്യം പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഇക്കാര്യം പുറത്തു വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇക്കാര്യം തുറന്നു പറയുന്നത്. എന്തായാലും ടിനി ടോമാണ് താരസംഘടനയിലെ തൻ്റെ പൊതുപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. അത് ഒരു സ്ത്രീക്ക് കേൾക്കാവുന്നതിലും അപ്പുറം താൻ കേട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും താരസംഘടന പോലെയുള്ള ഒരു സംഘടനയിൽ സ്ത്രീകളാണ് ഇപ്പോൾ അധികാര സ്ഥാനത്തുള്ളത്. അങ്ങനെ അധികാര സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുമ്പോൾ പോലും തനിക്കൊരു സംരക്ഷണം കിട്ടിയില്ല എന്നുള്ളതാണ് അൻസിബ പറഞ്ഞു വയ്ക്കുന്നത്. അവരോടൊന്നും താൻ ഇക്കാര്യം പറയാൻ പോയിട്ടില്ല. പല ഘട്ടങ്ങളിലും പബ്ലിക്കായി തന്നെ കുറ്റപ്പെടുത്തുന്ന രീതി അല്ലെങ്കിൽ തന്നെ മോശപ്പെടുത്തുന്ന രീതി, താൻ ആരോട് സംസാരിച്ചാലും അവരെയെല്ലാം ചേർത്തുകൊണ്ട് മോശമായി സംസാരിച്ചിരുന്നു, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിരുന്നു, അവരോടൊപ്പമൊക്കെ തന്നെ ചേർത്ത് അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഇത് ടിനി ടോം പതിവാക്കിയിരുന്നു. പല സ്ത്രീകളും ഇത് കേട്ടിട്ടുണ്ട്, താരസംഘടനയിലെ പല താരങ്ങളും ഇത് കേട്ടിട്ടുണ്ട്. അവരെല്ലാം തന്നോട് ടിനി ടോം തന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുവെന്ന് തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി.